തേയിലത്തോട്ട, പക്ഷെ കാണണ്ട. കോടമഞ്ഞിൽ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു VN വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് മലക്കപ്പാറയിലേക്കാണ് കേട്ടോ. നല്ല അടിപൊളി മഴയും അതുപോലെ തന്നെ കോടമഞ്ഞിൻ്റെ കുളിരൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള നല്ലൊരു കിടിലൻ യാത്രയായിരുന്നു കേട്ടോ ഞങ്ങളുടെ മലക്കപ്പാറ യാത്ര. അത് കാണാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഒപ്പം കൂടിക്കോട്ടാ. അങ്ങനെ നമ്മുടെ മലക്കപ്പാറ യാത്രയിൽ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്ന് പറയുന്നത് അതിരപ്പിലാണ് കേട്ടോ. അതിരപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആണ് കേട്ടോ ചാർപ്പ വാട്ടർഫാൾസ്. ചാർപ്പ വാട്ടർഫാൾസിൽ പുതിയതായിട്ട് ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. ആ പാലത്തിൽ നിന്നിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല കിടിലൻ വ്യൂ തന്നെയാണ്. അതും കണ്ടു കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാടിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു വാട്ടർഫാൾസ് ഇട്ടാ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചത് പോലെ തോന്നുന്ന തരത്തിലുള്ള നല്ല കിടിലൻ ചെറിയൊരു വാട്ടർഫാൾസ് അതാണ് ഈ കാണുന്നത്. ഈ കാണുന്ന വാഹനങ്ങളുടെ നീണ്ട നിര എന്ന് പറയുന്നത് മലക്കപ്പാറയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൻ്റെ ഇടയിലുള്ള ക്യൂ ആണ് കേട്ടോ. മലക്കപ്പാറയ്ക്ക് പോകണം എന്നുള്ള ആൾക്കാർക്ക് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ കാട്ടിൽ കയറിയാൽ നമ്മൾ അനുസരിക്കേണ്ട ചില നിയമവശങ്ങളെക്കുറിച്ചും അവർ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. പ്രവേശനം ഫ്രീ ആണ് കേട്ടോ. വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടും അവിടെ കുറച്ച് ഹോട്ടൽസ് നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. തോരാത്ത മഴ അപ്പോഴും പെരുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു പാലത്തും കൂടെയാണ് കേട്ടോ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന സ്ഥലത്താണ് കേട്ടോ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ഒരു മ്ലാവ് മനുഷ്യരായിട്ട് ഇണങ്ങി നിൽക്കുന്ന വീഡിയോസൊക്കെ പലരും കണ്ടു കാണും. അത് ഈ സ്പോട്ടിലാണ് കേട്ടോ ആ മ്ലാവ് ഉണ്ടായിരുന്ന സ്ഥലം. പിന്നീട് ഞങ്ങൾ കണ്ടത് കുറച്ച് ആനപ്പുണ്ടായിരുന്നു കേട്ടോ. ആനേനൊക്കെ തേടി നടന്നിട്ട് ഞങ്ങൾക്ക് ആനയൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾക്ക് നാട്ടിലെ ആനയെ കൊണ്ടാണ് കേട്ടാ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായത് റോട്ടിൽ. ചുമ്മാ പറഞ്ഞതാണ്, കാര്യമാക്കല്ലേ. അപ്പോൾ ഈ വഴിക്ക് വരുന്നവർ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഡ്രൈവർമാരെ തന്നെ വണ്ടി കൊണ്ട് വരാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ റോഡൊക്കെ വളരെ വീതി കുറഞ്ഞതും ഒക്കെയാണ്. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കേണ്ടതായിട്ടുണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷോളയാറിൻ്റെ, അതായത് ലോവർ ഷോളയാർ ഡാമിൻ്റെ വ്യൂ പോയിന്റ് കാണുന്നതാണ് ഈ അടുത്ത സൈഡിൽ. പക്ഷേ നമ്മൾ ഫോഗ് പിടിച്ച കാരണം കൊണ്ട്, അല്ലെങ്കിൽ കോടമഞ്ഞ് നിറഞ്ഞ കാരണം കൊണ്ട് നമുക്ക് അതൊന്നും കാണാൻ പറ്റുന്നില്ല. ഏതാണ്ട് നമ്മളെ മൂന്നാറിലൊക്കെ പോയൊരു പ്രതീതി തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ആ റൂട്ടിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ.
നമ്മൾ മൂന്നാറിലെ ഗ്യാപ്പ് റോഡിനൊക്കെ അനുസ്മരിക്കുന്ന തരത്തിലുള്ള വ്യൂവും അതുപോലെ തന്നെ അത്രയും തണുപ്പും ഒക്കെ അനുഭവിച്ചുകൊണ്ടായിരുന്നു ഞങ്ങളുടെ നല്ല കിടിലൻ യാത്ര. അപ്പോൾ ഈ മഴക്കാലത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കോടമഞ്ഞൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് മലക്കപ്പാറ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങള് പ്രോപ്പർ മലക്കപ്പാറ എത്തിയിട്ടാ. ഇപ്പൊ സമയം ഏതാണ്ട് ഉച്ച 12 മണി സമയമാണ് ഈ കാണുന്നത് കേട്ടാ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മലക്കപ്പാറ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഉച്ച നേരത്ത് കാണുന്ന മലക്കപ്പാറയുടെ വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ കോടമഞ്ഞും അതുപോലെ തന്നെ തണുപ്പും മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തമിഴ്നാട്ടിലെ ചെക്ക് പോസ്റ്റ് ഈ കാണുന്നതാണ് കേട്ടാ തമിഴ്നാട് കേരള ബോർഡർ കേട്ടാ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് ശരിക്കും വാൽപ്പാറയ്ക്ക് പോകേണ്ടത്. പക്ഷേ റൈറ്റ് സൈഡിൽ കൂടെയും നമുക്ക് വാൽപ്പാറയ്ക്ക് പോകാൻ പറ്റും. ഞാൻ ഇതുവരെ പോയിട്ടില്ല. എന്നാലും എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് എൻട്രി ആണ് കേട്ടോ ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വാൽപ്പാറയ്ക്കുള്ള പോക്ക്. പക്ഷെ അവിടെയും നമ്മളെ കാത്തിരിക്കുന്നത് അടിപൊളി തന്നെയായിട്ടുള്ള നല്ല വ്യൂകളും അതുപോലെ തന്നെ കോടമഞ്ഞും അതുപോലെ തന്നെ തേയില തോട്ടങ്ങൾ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു മരത്തുമ്പോൾ നിറയെ പൂക്കളായിട്ടുള്ള വലിയൊരു വൃക്ഷം കണ്ടു കേട്ടോ. അതിൻ്റെ വ്യൂവും നല്ല അടിപൊളി തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്ന് ഇനി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിനടുത്ത് തന്നെയാണ്. അവിടെ തേയിലത്തോട്ടങ്ങളുടെയൊക്കെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നല്ല ചൂട് ചോറും സാമ്പാറൊക്കെ കൂട്ടി ഊണ് കഴിക്കാൻ അടിപൊളിയായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. താങ്ക് യു.